തത്വവാർത്തയിലേക്ക് സ്വാഗതം. ജയപ്രസാദ് സർ, സ്വാഗതം. നമസ്തേ. നമസ്തേ സർ. സർ, നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം അത് കുത്തനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ സർ. ഇപ്പോ സിദ്ധാർത്ഥന്റെ പൂക്കോടില് വെറ്റനറി ഹോസ്പിറ്റലിൽ ഉണ്ടായി അവിടുത്തെ റാഗിങ് കാരണം മരിച്ച സിദ്ധാർത്ഥൻ കഴിഞ്ഞു. ഇത് ഇപ്പോഴും അതിന്റെ ചർച്ചകൾ നടക്കുന്നത് നമുക്കറിയാം. അപ്പോഴുണ്ട് ഇപ്പൊ പുതിയ നിതിൻ രാജ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ, കണ്ണൂര് BDS പഠിക്കുന്ന കുട്ടി. ആ കുട്ടിയുടെ ആത്മഹത്യയാണോ കൊലപാതകമാണോ അതൊന്നും തെളിഞ്ഞിട്ടുമില്ല. എന്താണ് സാർ, എങ്ങോട്ടാണ് നമ്മുടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗം പോകുന്നത്? കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ നേരിടുകയാണ്. നമ്മൾ ഈ കലാലയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഘർഷങ്ങളും വിദ്യാർത്ഥികളുടെ മരണങ്ങളും 2-3 തരത്തിൽ നമുക്ക് നോക്കി കാണണം. ഇതിലിപ്പോ നിതിൻ രാജ് ഇന്നലെ ആത്മഹത്യ ചെയ്യപ്പെട്ടതാവാനായിരിക്കും സാധ്യത. എനിക്ക് കിട്ടിയ പരിമിതമായ അറിവിൽ നിന്ന്. അപ്പം അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു. അതിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ എന്തൊക്കെ സർക്കാരിന്റെയും സമൂഹത്തിന്റെയും, സർക്കാരിനോടൊപ്പം സമൂഹത്തിനും മാധ്യമങ്ങൾക്കും ഇതിന് വലിയ റോളുണ്ട്. ഇത്തരം വിഷയങ്ങൾ സാധാരണ ഒരു 2-3 ദിവസത്തെ മാധ്യമ ചർച്ചകൾക്കപ്പുറം ഇത്തരം കാര്യങ്ങൾ പിന്നീട് എന്ത് നടന്നുവെന്ന് ആരും ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് മുഖ്യധാരാ ചാനലുകളിൽ ഈ വിഷയത്തിൽ പലപ്പോഴും പങ്കെടുത്തിട്ടുണ്ട്. ക്യാമ്പസിലെ ക്രമവുമായി ബന്ധപ്പെട്ടിട്ടും കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടിട്ടും. അപ്പൊ ഇന്ന് നമ്മുടെ വിദ്യാലയങ്ങൾ പൊതുവെ ക്യാമ്പസുകളിൽ ജാതിപരമായ വിവേചനത്തിലൂടെ കുട്ടികൾ ആത്മഹത്യയിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളത് എനിക്ക് അത്ര വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ മാടമ്പിത്തരമുണ്ട്. നമ്മുടെ പ്രൊഫഷണൽ കോളേജുകൾ, വിശേഷിച്ച് മെഡിക്കൽ കോളേജുകളിൽ സീനിയർ പ്രൊഫസർമാരുടെ ഒരുതരം മാടമ്പിത്തരമാണ്. അതാണ് എനിക്ക് പറയാൻ കഴിയുന്ന ഒരു വാക്ക്. അതിൽ എല്ലാ വിഭാഗങ്ങളും ഇരയാകുന്നുണ്ട്. ഇതിൽ നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ എല്ലാ ജാതി വിഭാഗത്തിൽപ്പെട്ടവരും ഇതിൽ ഇരകളാകുന്നുണ്ട്. അത് പ്രൊഫഷണൽ കോളേജുകളിലാണ് പ്രധാനമായിട്ടും ഇന്ന് കേരളത്തിൽ ആ തരത്തിലുള്ള കുട്ടികൾ ഹരാസ് ചെയ്യപ്പെടുന്നത്. അത് പ്രധാനമായിട്ടും മെഡിക്കൽ മേഖലയിലും ഒരു പരിധിവരെ ചില എഞ്ചിനീയറിംഗ് കോളേജിലും. അതിന് ഇന്റേണൽ മാർക്ക് ഒരു വിഷയമുണ്ട്. ഇന്റേണൽ മാർക്ക് മറ്റ് കോളേജുകളിൽ ഉണ്ടെങ്കിൽ പോലും അവിടെ കുറച്ചൊരു സുതാര്യതയുണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഈ പ്രൊഫസർമാരിലാണ് പൂർണ്ണമായിട്ടും ഇതിന്റെ, അതായത് ഒരു കുട്ടിയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള തരത്തിലുള്ള ഒരു മനോഭാവം ഉള്ളതുകൊണ്ട് കുട്ടികൾ കൂടുതൽ പരാതികൾ പറയാതെ അവർ മനസ്സിലേക്ക് ഒതുങ്ങുകയാണ് കുട്ടികൾ. അവർക്ക് ചില കുട്ടികൾക്ക് അത് നീണ്ട നാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷെ അത് അങ്ങനെ ഒരു പ്രവണത ഈ ടീച്ചേഴ്സിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഫാക്കൽറ്റിയുടെ ഭാഗത്ത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്? അത് ഞാൻ പറഞ്ഞത് വ്യക്തിപരമായ വിഷയമാണ്. അതിന് മാതൃകാപരമായ നടപടികൾ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. സമൂഹത്തിന്റെയും അതുപോലെ പാരന്റ്സിന്റെയും ശ്രദ്ധയും ഈ വിഷയങ്ങൾ ഉണ്ടാവണം. ഞാൻ കഴിഞ്ഞ 50 വർഷത്തിലധികമായിട്ട് ക്യാമ്പസിൽ തുടർച്ചയായിട്ട്, അതായത് 1975 മുതൽ വിദ്യാർത്ഥിയായിട്ടും അധ്യാപകനായിട്ടും അഡ്മിനിസ്ട്രേറ്ററായിട്ടും ഒക്കെ കറക്റ്റ് 50 വർഷം ഞാൻ കേരളത്തിലെ വിവിധ ക്യാമ്പസുകൾ, വിവിധ ജില്ലകളിലായിട്ട് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ പ്രവർത്തിച്ച ഒരാളാണ്. ഇതിനിടയിൽ മുടക്കമില്ലായിരുന്നു. അപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ, നമ്മൾ പലരുടെയും അനുഭവങ്ങൾ കാണുകയും കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ ഇത്തരം വിഷയങ്ങൾ പലപ്പോഴും ചർച്ചയിലൂടെയും ലേഖനത്തിലൂടെയും ഒക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമ്മൾ മാധ്യമങ്ങളിൽ പറയുന്നത് പോലെയുള്ള വിഷയങ്ങളെക്കാൾ വളരെ സീരിയസ് ആണ് ക്യാമ്പസിലെ അവസ്ഥ. അതിൽ ഒരു പ്രധാനമായി നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ്. ഇപ്പൊ കേരള സർക്കാർ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കണക്കുണ്ടായിരുന്നു. 2016 മുതൽ 2024 വരെയുള്ള ഒരു 9 വർഷത്തിൽ കേരളത്തിൽ ഏതാണ്ട് 500-ലധികം ക്യാമ്പസ് വയലൻസസ് ഉണ്ടായിട്ടുണ്ട്. അതിൽ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൊലപാതകങ്ങൾ തന്നെ ഇപ്പൊ നമുക്ക് ഈ അധ്യാപകരുടെ പീഡനത്തിലൂടെ അല്ലെങ്കിൽ കുട്ടികൾ നേരിട്ട വിവേചനത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ടതിനേക്കാളും കൂടുതൽ വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടത് രാഷ്ട്രീയമായ വിഷയങ്ങളോ മറ്റു തരത്തിലുള്ള മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ വയലൻസിലൂടെയും ഒക്കെയാണ് കൂടുതൽ കുട്ടികൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതായത് നമ്മൾ ഈ സിദ്ധാർത്ഥന്റെ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ അത്തരം വിഷയങ്ങൾ. അപ്പം ഇത് നമ്മൾ കേരളത്തിലെ പൊതുവെ നോക്കുമ്പോൾ ഈ വിവേചനം, ജാതിപരമായ വിവേചനത്തിലൂടെ വെളിയിലെത്താവുന്ന സംഭവങ്ങൾ മാത്രമാണ് വരുന്നത്. മറ്റൊന്ന് കൂടുതലും വ്യക്തിപരമായ ബന്ധങ്ങൾ, വിദ്യാർത്ഥി അധ്യാപക ബന്ധത്തിലുണ്ടാകുന്ന ഒരു വിള്ളലാണ്. അത് പിന്നീട് വ്യക്തിപരമായി മാറുകയും അധ്യാപകൻ വിദ്യാർത്ഥിയും തമ്മിൽ വളരെയധികം അകലുകയും ചെയ്യുകയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോ രാഷ്ട്രീയക്കാർ, ഇതിപ്പോ ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാല് കൂടുതൽ അതിന് ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടാവുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം കാരണം മാനേജ്മെന്റ് അതിനെ പുറത്തേക്ക് വരാത്ത രീതിയിലാക്കുന്നു, അങ്ങനെ എന്തെങ്കിലും
അത് കാരണം പ്രൊഫസേഴ്സിന് കുറച്ചും കൂടെ ധൈര്യം കൂടുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നാറുണ്ടോ? അല്ല, അങ്ങനെ ആരും ധൈര്യം തോന്നില്ല. ഇത് വ്യക്തിപരമായ ക്യാരക്ടറാണ്. ഒരു വ്യക്തി ആർജിക്കുന്ന സംസ്കാരമാണ് അവൻ അവന്റെ വിദ്യാർത്ഥിയോട് കാണിക്കുന്നത്. ഞാനത് ഒരു സിസ്റ്റത്തിൻ്റെതല്ല. പലപ്പോഴും ഞാൻ മനസ്സിലാക്കിയത്, ഞാനും വിദ്യാർത്ഥിയായിട്ടും അധ്യാപകനായിട്ടും അതുപോലെ PhD തലത്തിലെ ഗൈഡായിട്ടും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതേസമയം നമ്മളോടൊപ്പമുള്ള ചില സഹപ്രവർത്തകർ, വിശേഷം PhD ഗവേഷണം നടത്തുന്ന കുട്ടികൾക്ക് ഹരാസ് ചെയ്യുന്ന തരത്തിലുള്ള ചില വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും. അപ്പൊ ഞാനതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പലപ്പോഴും വ്യക്തികളായ വിഷയങ്ങളാണ്. അപ്പൊ ആ വ്യക്തി ആർജിക്കുന്ന സംസ്കാരമാണ്. അയാള് അധികാരത്തിൽ വരുമ്പോഴോ അല്ലെങ്കിൽ അയാൾക്ക് വിദ്യാർത്ഥികളുടെ മുകളിൽ ഒരു കമാൻഡ് ഉണ്ട്, എനിക്ക് നിയന്ത്രിക്കാൻ കഴിയും, നിനക്ക് എന്നോട് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊരു മനോഭാവത്തിലേക്ക് വരുന്ന ചില അധ്യാപകരുണ്ട്. അപ്പൊ അവര് പറയുന്നതിന് കൗണ്ടർ പറയുന്ന വിദ്യാർത്ഥികളെ അവർ ഇഷ്ടമല്ല. അപ്പം വിയോജിക്കുന്നവരെ ഇഷ്ടമല്ല. അപ്പൊ അങ്ങനെ വരുന്ന വിഷയങ്ങളാണ് പലപ്പോഴും. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. എനിക്ക് പലപ്പോഴും നമ്മുടെ പ്രൊഫഷണൽ കോളേജിലെ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ നോക്കുമ്പോൾ അവിടുത്തെ തന്നെ പഠിക്കുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് നമുക്ക് പിന്നീട് കിട്ടിയിട്ടുള്ള അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കിട്ടുന്നത് ഒരുതരം മാടമ്പിത്തരം നമ്മുടെ ചില പ്രൊഫഷണൽ കോളേജിലെ പ്രൊഫസർമാർക്കുണ്ട്. അത് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ വളരെ സീരിയസ് ആയിട്ടുണ്ട്. അവിടുത്തെ വിഷയങ്ങളൊന്നും പുറത്തു വരുന്നില്ല. ഒന്ന്, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കേരളത്തിൽ നിന്ന് എല്ലാ ക്യാമ്പസിലും SFI മാത്രമാണുള്ളത്. പക്ഷേ ഈ പ്രൊഫഷണൽ കോളേജുകളിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം ആ തരത്തിൽ ഇടപെടുന്നില്ല. ഇതിൽ പലപ്പോഴും വ്യക്തിപരമായി മാറും. അപ്പം കുട്ടികൾ അവരെ സ്വയം സഹിച്ചുകൊണ്ട് അധ്യാപകരെ ഭയന്നുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇവർക്കൊന്നും പറയാൻ പറ്റില്ല. അവർ പറയുന്ന കാര്യങ്ങളിലേക്ക് നിൽക്കുന്നത് ഇന്റേണൽ മാർക്കിന്റെ അല്ലെങ്കിൽ അവരുടെ ഭാവി ഇവരാണ് നിശ്ചയിക്കുന്നത് എന്നൊരു ബോധം ഇവരെ കയ്യിലുണ്ട്, ഇവരെ മനസ്സിലുണ്ട്. ആ ചേഞ്ച് എങ്ങനെ വരുത്താൻ പറ്റും? ഇന്റേണൽ മാർക്കിങ്ങിന്റെ ആ ട്രാൻസ്പെറൻസി കൊണ്ടുവന്നാൽ ശരിയാവുമോ ഇതൊക്കെ? അതാണ് ഇവര് ഭയക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത്, നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എല്ലാ ക്യാമ്പസുകളിലും വിദ്യാർത്ഥികൾക്ക് പരാതി, ഒന്നുകിൽ ഓരോ മെഡിക്കൽ കോളേജിലും അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിലും ഒരു മോണിറ്ററിംഗ് സെൽ ഉണ്ടാവണം. അതായത് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ഒന്ന് നേരിട്ട് പരാതിപ്പെടുമ്പോൾ, നമ്മളിപ്പോ ആന്റി റാഗിംഗ് എന്നുള്ളത് പോലെ തന്നെ ഇപ്പോൾ SC/ST അട്രോസിറ്റീസ് ആക്ട് ഉണ്ട് നമുക്ക്, ഹരാസ്മെന്റിനെതിരായിട്ടുള്ള. അത്തരം സീരിയസ് ആയ ഒഫൻസിലേക്ക് നമ്മൾ ആദ്യം പോകുന്നതിന് പകരം ആദ്യം ഇത് നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയുമെങ്കിൽ, ചിലപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു തരത്തിലുള്ള ഒരു ട്രസ്റ്റ് ഡെഫിസിറ്റ് ഉണ്ട്. ആ ട്രസ്റ്റ് ഡെഫിസിറ്റ് ആണെങ്കിൽ അത് നമ്മൾ മാറ്റാനായിട്ട്, പറഞ്ഞു തീർക്കാനായിട്ട് ആദ്യം അധ്യാപകരുടെ ഇടയിലും അല്ലെങ്കിൽ പ്രിൻസിപ്പൽ തലത്തിലും ഒരു സെല്ലുണ്ടാവുകയും വിദ്യാർത്ഥികൾക്ക് പരാതിപ്പെടുന്നവൻ നോട്ടപ്പുള്ളിയാകുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. അത് ഒഴിവാക്കാനായിട്ട് അനോണിമസ് ആയിട്ട് പരാതി കൊടുക്കാൻ ഒരു സംവിധാനം ഉണ്ടാവുകയും ആ അനോണിമസ് പരാതിയെ ഈ പറഞ്ഞ കമ്മിറ്റി പരിശോധിക്കുകയാണെങ്കിൽ, ഒരു കൗൺസിൽ ഉണ്ടെങ്കിൽ ആ കമ്മിറ്റി പരിശോധിക്കുകയാണെങ്കിൽ, ഇന്ന് ആന്റി റാഗിംഗ് സെല്ലുകളുണ്ട്. അത് റാഗിങ്ങിന്റെ വിഷയത്തിലാണ് വരുന്നത്. അധ്യാപകരിൽ നിന്ന് ഒരു കുട്ടിക്ക് അങ്ങനെ മോശമായ മാനസികമായ ഒരു പീഡനം അനുഭവിക്കുകയാണെങ്കിൽ ആ കുട്ടിക്ക് പരാതിപ്പെടാൻ കഴിയണം, അവന്റെ പേര് പറയാതെ. കാരണം ഒരു പേര് പറയുന്ന പ്രൊഫഷണൽ വിദ്യാർത്ഥി ആ ക്യാമ്പസിൽ പിന്നെ അധ്യാപകരുടെ നോട്ടപ്പുള്ളിയായി. അത് ഈ പരാതിപ്പെടുന്ന കുട്ടികൾ പലപ്പോഴും ഒറ്റപ്പെട്ടു പോവുകയും കൂടുതൽ സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് പലരും ഈ സഹിക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് ആ തരത്തില് നമുക്കൊരു സംവിധാനം ഉണ്ടാണ്. അനോണിമസ് ആയിട്ട് പരാതിപ്പെട്ടാൽ മതി. അപ്പം പരാതിപ്പെടുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു സംവിധാനം അത് ആദ്യം മോണിറ്റർ ചെയ്യുകയും അത് ഉയർന്ന് പിന്നീട് അതിന്റെ രണ്ടാമത് ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞു. അപ്പം എന്തായാലും ഒരു ഇൻസിഡന്റ് കൊണ്ട് ഒരു കുട്ടി ആത്മഹത്യയിലേക്ക് പോകില്ല. ഇതൊരു കണ്ടിന്യൂസ് ഓഫ് ഈവന്റ്സ് ഉണ്ടാവും. ഈ മാനസിക സംഘർഷത്തിലേക്ക് അവനെ അന്തിമമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ച ഒരു നീണ്ട ഒരു ചരിത്രമുണ്ടാവും. അപ്പൊ അതിന്റെ തുടക്കത്തിൽ തന്നെ അതിനെ നമുക്ക് ഇല്ലാതാക്കുന്നതിനും അത് പറഞ്ഞു പരിഹരിക്കുന്നതിനും കഴിയണം. അപ്പം കുട്ടികൾക്ക് നിർഭയമായിട്ട് അവന്റെ വിഷയങ്ങളെ അവതരിപ്പിക്കാൻ ഒരിടം വേണം. അതിന് പേര് പറഞ്ഞുകൊണ്ട് പരാതിപ്പെടാനും പറ്റില്ല. അപ്പോൾ പരാതിപ്പെടാം. അപ്പൊ ആ തരത്തിലുള്ള ഒരു സംവിധാനം വേണം. ഇതിന് നമ്മൾ ഈ വിഷയം മാത്രമല്ല നമ്മുടെ ക്യാമ്പസിലെ വിഷയം. ഇന്ന് ക്യാമ്പസിലെ വയലൻസിന്റെ കണക്ക് പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ അധ്യാപകരാൽ പീഡിപ്പിക്കപ്പെടുന്നത് ഒരു വിരലിലെണ്ണാവുന്നതേ ഉള്ളൂ. വേണമെങ്കിൽ ഒരു 10% താഴെ കാണാം. ബാക്കി കേരളത്തിലെ ക്യാമ്പസിൽ നടക്കുന്ന വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ കൂടുതലും വിദ്യാർത്ഥികളിൽ നിന്നും സീനിയേഴ്സിൽ നിന്നും അതുപോലെ വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരിൽ നിന്നുമാണ്. നമ്മൾ കേരളത്തിലെ മരിച്ചവരുടെ ലിസ്റ്റ് എടുത്ത് ലോങ് ലിസ്റ്റ് ഞാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. പല അത് അഭിമന്യു ആയിക്കോട്ടെ അല്ലെങ്കിൽ സിദ്ധാർത്ഥനായിക്കോട്ടെ, ഇവരൊക്കെ തന്നെ വിദ്യാർത്ഥികളായാണ് കൊല്ലപ്പെടുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു? അപ്പൊ നമ്മുടെ ക്യാമ്പസുകളിലൊക്കെ തന്നെ ഏകകക്ഷി രാഷ്ട്രീയമാണുള്ളത്.
അപ്പം അവിടെ ഒരു എല്ലാ ക്രിമിനൽ വാസനയുള്ള കുട്ടികളും ഈ മുഖ്യ ഏതാണോ സംഘടന ആ സംഘടനയിലേക്ക് ചേക്കേറുകയാണ്. അപ്പൊ സംഘടനയുടെ ബലത്തിൽ എന്ത് ക്രിമിനൽ ചെയ്താലും പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അവന്റെ സംഘടനയുടെ പ്രൊട്ടക്ഷൻ. അതെ. ഞാൻ മനസ്സിലാക്കുന്നത് ഈ വെറ്ററിനറി കോളേജിലെ ജെ.എസ്. സിദ്ധാർത്ഥൻ കൊല്ലപ്പെടുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പൊ ഈ ക്രിമിനൽ എലിമെന്റ്സ് സംഘടനയുടെ വക്താവായി മാറുകയും സംഘടനയെ ഹൈജാക്ക് ചെയ്യുകയാണ്. പഴയ കാലത്ത് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്ത ആദ്യകാലത്തെ ക്യാമ്പസിലൊക്കെ തന്നെ ജനാധിപത്യ രീതിയിൽ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ വിദ്യാർത്ഥി സംഘടനകളുണ്ട്. ഇന്ന് അതെല്ലാം മാറിയിട്ട് ഏക പാർട്ടികളായി മാറി. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ മയക്കുമരുന്ന് മാഫിയ അവരെല്ലാം തന്നെ ഈ മുഖ്യ കക്ഷിയുടെ ഭാഗമായി മാറുകയും അപ്പൊ യഥാർത്ഥത്തിൽ എസ്.എഫ്.ഐയുടെ നേതൃത്വമല്ല ഉത്തരവാദിത്വം. എസ്.എഫ്.ഐയിലേക്ക് കടന്നു കയറാണ് ക്രിമിനൽ എലിമെന്റ്സ്. ഇപ്പൊ കഴിഞ്ഞ ഗവൺമെന്റ് പബ്ലിഷ് ചെയ്ത കണക്കില് 2016 മുതൽ 24 വരെ ഏതാണ്ട് 3183 കുട്ടികള് പ്രതികളായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 500-ലധികം വയലൻസ് നമ്മുടെ കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്ന് പോലീസ് ഈ 9 വർഷത്തിനുള്ളിൽ 2024 വരെയുള്ള കണക്കാണ് ഞാൻ പറയുന്നത്. അതിൽ പോലീസ് കേസ് ഉണ്ടായിട്ടുണ്ട്. 500 കേസുകളിലൂടെ ഏതാണ്ട് 3183 കുട്ടികൾ പ്രതികളാക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് അധ്യാപകരുടെ ഹരാസ്മെന്റ് എന്ന് പറയുന്ന ഒരു ചെറിയ ന്യൂനപക്ഷമേ വരുന്നുള്ളൂ. സർ, പക്ഷെ സർ ഈ കണക്കൊക്കെ പറഞ്ഞല്ലോ, എന്തൊക്കെയായാലും ശരി, ഇൻവെസ്റ്റിഗേഷൻസ് എത്രത്തോളം എത്തിയെന്നാണ് നമ്മൾ നോക്കേണ്ടത് സാർ. ഇവർക്ക് പുറത്തുനിന്ന് രാഷ്ട്രീയക്കാരുടെ സപ്പോർട്ട് ഉണ്ടോ? കാരണം വിദ്യാർത്ഥി രാഷ്ട്രീയം വിദ്യാലയങ്ങളിൽ മാത്രം ഒതുങ്ങിയാൽ മതിയല്ലോ. പക്ഷെ ഇത് പുറമേ നിന്നുള്ള വലിയ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സപ്പോർട്ടും കൂടി ഉള്ളതുകൊണ്ടാണോ ഇവർ ഇത്രയും മുമ്പോട്ട് പോയിട്ട് എന്തും ആകാം എന്നുള്ളൊരു സ്റ്റാൻഡ് എടുക്കുന്നതെന്നാണ് എനിക്ക് നിയമപരമായിട്ട് നമുക്ക് തെളിവുണ്ടാവില്ല. പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ ആരും സാക്ഷി പറയാൻ വിറ്റ്നസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ നിയമത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് പലപ്പോഴും നിയമപരമായി നമുക്ക് നടപടി എടുക്കണമെങ്കിൽ അതിൻ്റെതായ നിയമം അനുശാസിക്കുന്ന തെളിവുകൾ കൊടുക്കാൻ ബന്ധപ്പെട്ടവർ കഴിയണം. ഒന്ന്, ഈ ഈ മരിച്ചുപോയ കുട്ടിയുടെ ഭാഗം കഴിഞ്ഞു. പിന്നെ അതിന്റെ സാഹചര്യ തെളിവുകൾ ആണെങ്കിലും അതിന് കുട്ടികളാണെങ്കിലും കോടതിയിലൂടെ ഇത് വന്നിട്ട് സ്വതന്ത്രമായിട്ട് പറയാൻ ആരും തയ്യാറാകില്ല. ഇപ്പം ഒരു അധ്യാപകനെ ക്ലാസ്സിൽ കൊല്ലപ്പെട്ട ജയകൃഷ്ണ മാഷിന്റെ സംഭവമാണ്. അതിൽ പോലും ഒരു സഹാധ്യാപകന് സാക്ഷിയായില്ല. കൊച്ചു കുട്ടികളാണ്, കോടതി തന്നെ ആ വിധിയിൽ പറയുന്നത്. അതുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന ഇത്തരം ക്രൂരതകൾക്ക് ഒരിക്കലും നിയമത്തിൻ്റെതായ പരിരക്ഷ കിട്ടുന്നില്ല. ഇതിലെ പ്രതികളൊക്കെ രക്ഷപ്പെട്ടു പോകും. ഇപ്പൊ ഈ സിദ്ധാർത്ഥന്റെ വിഷയത്തില് കുറച്ചുകൂടി അതിൽ ആ പാരന്റ്സ് ഒരുപാട് ഉണർന്ന് പ്രവർത്തിക്കുകയും ഇന്നും അവര് ഫീൽഡിലുള്ളത് കൊണ്ട് മാത്രമാണ് കുറച്ചു കുട്ടികളെങ്കിലും സസ്പെൻഡ് ചെയ്യപ്പെടുകയും 2-3 വർഷത്തെ ആണ് അവർക്ക് റാഗിങ്ങിന്റെ ഇതനുസരിച്ച് 5 വർഷം 3 വർഷവും മറ്റായി ഗവൺമെന്റ് ഭരണകക്ഷിയുടെ സപ്പോർട്ട് ഉണ്ടായിട്ട് പോലും ചില നടപടികൾ, എന്നാൽ പോലും അവിടെ കാര്യമായ മാതൃകാപരമായ നടപടി എടുത്തിട്ടില്ല. സിദ്ധാർത്ഥന്റെ നീതി കിട്ടിയിട്ടേ ഇല്ല. സിദ്ധാർത്ഥന്റെ അമ്മ ഇന്നലെ നിതിൻ രാജിന്റെ അമ്മയെ കാണാൻ വന്നു. അവര് സങ്കടത്തോടുകൂടി മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടു. അവർക്ക് നീതി എന്തായാലും കിട്ടിയില്ല, ആൾക്കാരെ രക്ഷപ്പെട്ടു. പക്ഷെ ഈ കുട്ടിയുടെ കാര്യത്തിലെങ്കിൽ എന്തെങ്കിലും ഒന്നും ഉണ്ടായ കേരളത്തിന്റെ നിലവിലുള്ള വ്യവസ്ഥിതിയില് കേരളത്തിലെ സിദ്ധാർത്ഥന്റെ കുടുംബത്തിന് നീതി ലഭിക്കില്ല, നിതിൻ രാജിന്റെ കുടുംബത്തിന് നീതി ലഭിക്കില്ല. കാരണം അത് നമ്മുടെ സിസ്റ്റം അങ്ങനെയാണ്. മാത്രമല്ല ഇതില് ആരും തന്നെ വിറ്റ്നസ് ആയിട്ട് ഒരാൾ മുന്നോട്ട് വരികയുമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, വിദ്യാർത്ഥികൾക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ അവർക്ക് സ്വതന്ത്രമായി പറയുന്നതിന് പരിമിതിയുണ്ട്. അവർ നോട്ടപ്പുള്ളികളായി. അപ്പൊ അങ്ങനെ ആകാതിരിക്കാനായിട്ട് അവർക്ക് അനോണിമസ് ആയിട്ട് പേര് വെക്കാതെ കംപ്ലൈന്റ് കൊടുക്കാൻ കഴിയുകയും ആ കംപ്ലൈന്റ് ശരിയാണോ എന്ന് ആദ്യം, എന്നിട്ട് അത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സീനിയേഴ്സ് ആയിട്ടുള്ള പ്രിൻസിപ്പലിന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതി ഉണ്ടാവുകയും അപ്പം പ്രഥമ ദൃഷ്ട്യ നമുക്ക് ഡൈല്യൂട്ട് ചെയ്യാം, ചില വിഷയങ്ങളെ ഡൈല്യൂട്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. പിന്നീട് ചിലപ്പോഴും നമുക്ക് സംഘർഷം, ഒരുപാട് സംഭവങ്ങൾ എനിക്ക് അറിയാം പല വിഷയങ്ങളിലും. പിന്നെ അധ്യാപകരും കുറച്ച് ഭയം. ഇപ്പൊ നമ്മൾ ഇതിൽ പലപ്പോഴും സംഭവിക്കുന്നത് ഇത്തരം വിഷയങ്ങൾ വഷളാകുന്നത് വരെ നമ്മളാരും അറിയുന്നില്ല. അന്തിമമായി ഒരു 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 ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ അതുപോലെ ഇതിലേക്ക് പോകുമ്പോഴാണ് സമൂഹം ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയുന്നത്, ഇത് കുട്ടികളുടേതായ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ മറ്റു പല വിഷയങ്ങളും ഉണ്ടാവാം. അത്തരം വിഷയങ്ങളിൽ നമുക്ക് മാനസികമായ ചില വിഷയങ്ങളൊക്കെ ഉണ്ടാവാം. അധ്യാപകന്റെ മാനസികാവസ്ഥയും ഈ വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥയും ഒരുപോലെ ആകണമെന്നില്ല. ചില അധ്യാപകർ വളരെ ഒരു ശാഠ്യക്കാരായി മാറും. അപ്പൊ ഒരു കുട്ടിയുടെ ഭാഗത്ത് ചെറിയ വീഴ്ച ഉണ്ടാകുമ്പോൾ അവന് തെറ്റുതിരുത്താൻ അവസരം കൊടുക്കാത്തവരുണ്ട്. അവന്റെ വാക്ക് കേൾക്കാൻ തയ്യാറാവത്തില്ല. ഓൺ വേ ആയിട്ട് മാത്രം പറയുന്നവരാണ്. ഞാൻ പറയുന്ന മാത്രം നീ കേട്ടാൽ മതി. ചിലപ്പോൾ അവൻ ജെന്യുവിനായിട്ട്, ഇപ്പൊ നിങ്ങൾ ഒരു കുട്ടി താമസിച്ച് ക്ലാസ്സിൽ വരുമ്പോൾ ചിലപ്പോൾ അവന്റെ കുഴപ്പമില്ല, ട്രാഫിക് പ്രശ്നം കൊണ്ടും വരാം.
അല്ലെങ്കിൽ അത് അപ്പൊ അവന് പറയാനുള്ള അവസരം കൊടുക്കണം. ഇത് പറയാൻ അനുവദിക്കില്ല. അത് നമ്മുടെ ഇപ്പം ഈ PhD ഗവേഷകരായ വിദ്യാർത്ഥികൾ പലപ്പോഴും പ്രശ്നം നേരിടാറുണ്ട്. കാരണം ഈ ഗൈഡുമായിട്ട് ഞാൻ ഉടക്കി കഴിഞ്ഞാൽ എനിക്ക് PhD എടുക്കാൻ കഴിയില്ല. അപ്പൊ ആ തരത്തിൽ വരുമ്പോൾ അധ്യാപകർക്ക് ഇത് നിയമപരമായ നടപടി എടുക്കാനുള്ള അവസരം ഉണ്ടാകണം. ആ തരത്തിൽ നമ്മൾ ഇതിലെ ഈ വിഷയത്തെ ഒരു ഭാഗത്താണ്. ഇതിൽ നമ്മുടെ ക്യാമ്പസിൽ ഞാൻ പറയുന്നത് വെറും നമ്മൾ ഇത് അധ്യാപക വിദ്യാർത്ഥി വിഷയമായിട്ട് മാത്രം കാണുന്നതിന് പകരം നമ്മുടെ ക്യാമ്പസിൽ നിന്ന് മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും ഒക്കെ പിടിയിലാണ് ഈ മാഫിയ നമ്മുടെ ക്യാമ്പസിലുണ്ട്. അതിന്റെ ഒരു കോണിൽ അധ്യാപകരുടെ ഇത്തരം ഹരാസ്മെന്റിന്റെ ഭാഗമായിട്ട് വരും. യഥാർത്ഥത്തിൽ കേരളം നേരിടുന്ന എന്നോട് ചോദ്യത്തിന് കേരളം നേരിടുന്ന വിഷയത്തില് അധ്യാപക വിദ്യാർത്ഥി സംഘർഷത്തെക്കാൾ ഉപരി കേരളത്തിലെ പ്രശ്നം വിദ്യാർത്ഥികളിൽ തന്നെ ഇടയിൽ നിന്നുള്ള റാഗിങ്ങും അത്തരം ക്രിമിനൽസിന് രാഷ്ട്രീയ പിന്തുണ കൊടുക്കുന്ന ഭരണകക്ഷിയും പ്രതിപക്ഷത്താണെങ്കിലും പിന്തുണ കൊടുക്കുന്ന വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരും ഒക്കെയാണ് പ്രതികളാകേണ്ടത്. അപ്പൊ ആ തരത്തിലുള്ള ചർച്ചയും സംവാദം ഉണ്ടാണ്. ഇത് ഒറ്റപ്പെട്ട വിഷയങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ മൊത്തത്തിൽ എല്ലാ അധ്യാപകരും അങ്ങനെയാണ് എന്ന് പറയുന്നതിന് അർത്ഥമില്ല. 100% അധ്യാപകരും വളരെ മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെക്കുന്നവരായിരിക്കും. അതിലൊരു ചെറിയ ന്യൂനപക്ഷമാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് വരിക. അതുകൊണ്ട് നമ്മൾ ആ തരത്തിൽ ഇതിനെ സമൂഹം കൂടുതൽ ശ്രദ്ധ വേണം നമ്മുടെ സമൂഹത്തിനും പാരന്റ്സിനും. അപ്പൊ പാരന്റ്സിന് പരാതിപ്പെടാനുള്ള ഒരു അവസരം ഉണ്ടാണ്. കുട്ടികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ പാരന്റ്സിന്റെ പ്രിൻസിപ്പലിന്റെ അടുത്ത് അത് അറിയിക്കാനും ആ പരാതി കൊടുക്കുന്ന കുട്ടി ഒരു തരത്തിൽ ഹരാസ് ചെയ്യപ്പെടരുത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. ഹരാസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് വരും.